ഇന്നത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ കണ്ടാലോ. അപ്പോൾ ഒന്ന് ചക്കക്കുരു വെച്ചിട്ടുള്ള കറി കേട്ടോ. ഇന്നലെ നല്ലൊരു ചക്ക കിട്ടിയപ്പോൾ അതിൻ്റെ കുരു നമ്മൾ മാറ്റി വെച്ചിരുന്നു അതിന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇന്ന് ലഞ്ചിൽ ചക്കക്കുരുവിൻ്റെ കറി ആയിട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ചക്കക്കുരു കുറച്ച് ക്ലീനാക്കിയിട്ട് കുക്കറിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു 3 തക്കാളി ഇട്ടിട്ട് നമ്മൾ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. അപ്പോൾ കറിൻ്റെ പരിപാടി അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് കോവക്ക ഉപ്പേരി കേട്ടോ. അതാദ്യം കട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് കടുക് ഇട്ടിട്ട് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള കോവക്കയും കുറച്ച് ഉപ്പും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് അത് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ ഇന്നതിലേക്ക് പച്ചമുളക് ഇട്ടിട്ടില്ല. ഞാൻ തേങ്ങ അരച്ചിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അരപ്പുക്കുള്ള തേങ്ങ ചിരകിയതും പച്ചമുളകും ഒരു അല്ലി വെളുത്തുള്ളി, ഒരു 2 ചെറിയ ഉള്ളി ഇട്ടിട്ട് ചതച്ചെടുത്തതും ചേർത്തെടുത്തിട്ടോ. പിന്നെ അരപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പേരി റെഡിയായി. പിന്നെ കറി ഒരു 4-5 വിസിലടിച്ചപ്പോഴേക്ക് കറിയും ചക്കക്കുരും വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതൊന്ന് കടുക് ഇറക്കണം. കുറച്ച് കടുകും വെളിച്ചെണ്ണയും കുറച്ച് കടുകും പിന്നെ വെളുത്തുള്ളി കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് താളിച്ചൊഴിച്ചിട്ടു നമ്മൾ കറിക്ക്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള കറി കേട്ടോ. തേങ്ങ അരക്കാതെ നല്ല തിക്കിലുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ 3 പേരുള്ളൂ, അപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് നമുക്കുള്ളത് ചമ്മന്തി കേട്ടോ. മാങ്ങ ചമ്മന്തിയാണ്. അപ്പോൾ മാങ്ങ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ കുറച്ച് മാങ്ങയും തേങ്ങയും ഒരു 2-3 അല്ലി ചെറിയ ഉള്ളി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകോ ചീരപ്പറങ്കിയോ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. എനിക്ക് ചീരപ്പറങ്കി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ടോ. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ അത്. ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് വേറെ കൂട്ടാനില്ലെങ്കിലും എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു 1:30 ആകുമ്പോൾ ലഞ്ച് കഴിക്കാനുള്ള തിരക്കായിട്ടോ. അപ്പോൾ നമ്മൾ ചോറൊക്കെ വിളമ്പി. ഇന്ന് നമുക്ക് നോൺ വെജൊന്നും കിട്ടാത്തതുകൊണ്ട് ചമ്മന്തി ആട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ അടുത്ത ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറ് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. വേറെ ഇനി ഫിഷോ ചിക്കനൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ്. നിങ്ങൾ ഇഷ്ടമായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിലയേറിയ കമൻറ്റ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണോ നിങ്ങളും ചക്കക്കുരു കറി വെക്കൽ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.